അടുത്തത് लास्ट സർവനാമാണ് निजवाचक सर्वनाम। जो सर्वनाम अपने आप के लिए प्रयुक्त किया जाता है उसे निजवाचक सर्वनाम कहते हैं। ഏത് സർവനാമമാണോ നമുക്ക് നമ്മളെ തന്നെ സ്വയം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളാകുന്ന ആ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് നിജവാചക സർവനാമം എന്ന് പറയുന്നത്। ഉദാഹരണത്തിന് मैं आप यह काम करूंगा वह आप गाड़ी चलाती है। ഇവിടെ ഈ ആപ്പ് എന്ന് പറയുന്നതാണ് എന്ത് നിജവാചക സർവനാമമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്। ഇത് ഈ എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മൾ ആദ്യം പഠിച്ച സർവനാമം ഏതാണ്? പുരുഷവാചക സർവനാമം। അതിനകത്ത് ഉത്തം പുരുഷ പഠിച്ചു, മധ്യം പുരുഷ പഠിച്ചു, അന്യപുരുഷ പഠിച്ചു। ഇത് ഇപ്പൊ കേൾക്കുമ്പോ ഓർമ്മയിൽ കിട്ടാത്ത ആൾക്കാർ ആ വീഡിയോ ഒന്നുകൂടി പോയി വിശദമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക। അപ്പോ അതിനകത്ത് പറഞ്ഞിരുന്നത് മധ്യം പുരുഷ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് എന്തുണ്ട്? ആപ്പ് ഉണ്ട് അതിനകത്ത്। അതായത് നമ്മള് മധ്യം പുരുഷൻ എന്താന്നൊക്കെ ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി കണ്ടു നോക്കിയാൽ മനസ്സിലാവും। അപ്പൊ അവിടെ നമ്മൾ ആപ്പ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്। അതെന്താ? അതിനെ സൂചിപ്പിക്കുന്ന അർത്ഥം താങ്കൾ എന്നാണ്। പക്ഷെ ഇവിടുത്തെ ആപ്പിന്റെ അർത്ഥം താങ്കൾ എന്നല്ല, സ്വയം, ഞാൻ, തന്നെത്താനെ എന്നാണ് ഇവിടുത്തെ ഈ ആപ്പിന്റെ അർത്ഥം। പിന്നെ മധ്യം പുരുഷനകത്ത് മാത്രമാണ് നമ്മള് പുരുഷവാചക സർവനാമങ്ങളിൽ മധ്യം പുരുഷനാണ് എക്സാമ്പിൾ ആപ്പ് പറഞ്ഞത്। പക്ഷെ ചില സന്ദർഭങ്ങളിൽ അന്യപുരുഷനിലും എന്ത് ഉപയോഗിക്കാറുണ്ട്? ബഹുമാന സൂചകമായിട്ട് ആപ്പ് എന്ന് ഉപയോഗിക്കാറുണ്ട്। അതായത് ഒരു വ്യക്തിയെ പറ്റി നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പറ്റി ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അദ്ദേഹം എന്ന് പറയാനായിട്ട് സാധാരണ നമ്മൾ വേ എന്നാണ് ഉപയോഗിക്കുന്നത്, ആ വേക്ക് പകരവും ആപ്പ് ഉപയോഗിക്കാറുണ്ട്। അപ്പൊ ഇതിന്റെ അർത്ഥം, ഈ ഉദാഹരണത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മേം ആപ്പ് യഹ് കാം കരൂംഗ, ഞാൻ സ്വയം ഈ ജോലി ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ജോലി ചെയ്യും, ഞാൻ തന്നെത്താനെ ഈ ജോലി ചെയ്യും എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം। വഹ് ആപ്പ് ഗാഡി ചലാത്തി ഹൈ, അവൾ സ്വയം വണ്ടി ഓടിക്കുന്നു, അതാണ് ഇവിടുത്തെ അർത്ഥം। അപ്പൊ ഇത്രയും മനസ്സിലാക്കുക। എന്നിട്ട് ഇത് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുമെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള ഓരോ പാർട്ടും നല്ലപോലെ കണ്ട് മനസ്സിലാക്കുക। എന്തെങ്കിലും ഇടയ്ക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ കൺഫ്യൂഷൻ വരുന്നത് ആ ഭാഗം ഒന്നുകൂടി പോയി കണ്ടു നോക്കുക। ഇത് പല പ്രാവശ്യം കണ്ട് തമ്മിലുള്ള ബന്ധവും കൂടി ഒന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലത് സ്ഥിരമായിട്ട് നിൽക്കത്തുള്ളൂ। അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ആദ്യത്തെ ഓരോ പാർട്ടും വിശദമായിട്ട് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി തന്നെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുക। അപ്പൊ ഇത്രയുമാണ് സർവനാമിനെ പറ്റി പറയാനുള്ളത്। നമ്മളിപ്പോ എല്ലാം 6 പാർട്ടും അതിന്റെ 6 വകഭേദങ്ങളും പൂർണ്ണമായും പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സിലബസ് ബേസ് ചെയ്താണ് ഞാൻ ഇതെടുത്ത് പോകുന്നത്, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്। അതല്ലാതെ എക്സ്ട്രാ കുറെ വിശദീകരിക്കാനാണ് ഒരുപാടുണ്ട്। ശരിക്കും നമ്മൾ ആ സിലബസ് വെച്ചിട്ട് പോകുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറെക്കുറെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്। ഓക്കെ, താങ്ക് യു।